മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം പരീക്ഷകളിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില വ്യാകരണ രൂപങ്ങളാണ്, വ്യാകരണ ചോദ്യങ്ങളാണ്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണ്? സന്ധികളാണ് അല്ലെ. അപ്പൊ എന്താണ് സന്ധികൾ എന്നറിയാമോ നിങ്ങൾക്ക്? സന്ധി എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാകരണ ചോദ്യമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് പിരിച്ചെഴുതാനും ഒക്കെ നമ്മളോട് ചോദിക്കാറില്ലേ? അപ്പൊ എന്താണ് സന്ധി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മലയാളത്തിൽ പ്രധാനമായും 4 സന്ധികളാണുള്ളത്, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ഇങ്ങനെ 4 സന്ധികളാണ് മലയാളത്തിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? നമ്മുടെ പാഠഭാഗത്തിലുള്ള ഉദാഹരണങ്ങളാണ് ടീച്ചർ കൊടുത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കൂ. നാടൊക്കെ അല്ലെ, നാട് ഒക്കെ, നാട് അധികം ഒക്കെ എന്നാണ് എവിടെ വരുന്നത്? നാടൊക്കെ എന്ന പദമായി മാറുന്നത് അല്ലെ. പാടത്തിറങ്ങി, പാടത്ത് അധികം ഇറങ്ങിയാണ് പാടത്തിറങ്ങി എന്ന പദമായി മാറുന്നത്. നിലത്തിറങ്ങി, നിലത്ത് അധികം ഇറങ്ങിയാണ് നിലത്തിറങ്ങി എന്ന പദമായി മാറുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ലോപസന്ധി സംഭവിക്കുന്നതെന്ന് അല്ലെ വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ ആദ്യം എന്താണ് ലോപസന്ധി എന്ന് അറിയണം അല്ലെ. ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതിനാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയാ. എന്താ ഇപ്പൊ ലോപിച്ചു പോവുക? ലോപിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാണ്ടായി പോവുക എന്നാണ് അർത്ഥം. അപ്പൊ എന്താ ഇപ്പൊ വർണ്ണം എന്ന് സംശയം ഉണ്ടാവും അല്ലെ. അപ്പൊ വർണ്ണം നമ്മളിത് ഇങ്ങനെ എഴുതിയാൽ നമ്മളിത് എന്താ വായിക്കുക? ഇത് ഏത് അക്ഷരമാണ് ഇടാ? ഇത് ക എന്ന് പറയുന്ന അക്ഷരമാണ് അല്ലെ. ആ കായ നമ്മൾ എന്ത് എഴുതുന്നു? ക അധികം ആ എന്ന് എഴുതുമ്പോഴാണ് ക എന്ന അക്ഷരമാവുന്നത്. അപ്പൊ ഒരു ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്ധി എന്ന് പറയുന്നത്. അപ്പോ ലോപസന്ധി എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൽ ഒരു വർണ്ണം എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ നോക്കിയത്. നാടൊക്കെ, നാട് അധികം ഒക്കെ, നമ്മൾ നാടൊക്കെ എന്നല്ലല്ലോ പറയുന്നത്. ഇതിൽ എന്താ ലോപിച്ചു പോകുന്നത്? ഇവിടെ ഒരു ചന്ദ്രകലയുണ്ട് അല്ലെ. അതിന് ചന്ദ്രകല എന്നല്ല നമ്മൾ വ്യാകരണത്തിൽ പറയാ. എന്താ പറയാ? സമ്പ്രദോകാരം. ഇത് ഘടകടിയും പേരാണ് അല്ലെ. സമ്പ്രദോകാരം എന്നാണ് നമ്മൾ പറയാ. സമ്പ്രദോകാരാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ലോപിച്ചു പോകുന്നത്. ഓക്കെ, അടുത്തത് പാടത്തിറങ്ങി. വീണ്ടും എന്താണ്? പാടത്ത് അല്ലെ. എന്താണ്? സമ്പ്രദോകാരമാണ് ലോപിച്ചു പോകുന്നത്. നിലത്തിറങ്ങി, നിലത്ത് എന്നുള്ള സമ്പ്രദോകാരം തന്നെയാണ് അവിടെ ലോപിച്ചു പോകുന്നത്. അടുത്തത് ഏതാണ് നമ്മൾ നോക്കുന്നത്? അടുത്തത് ആഗമസന്ധിയാണ്. അപ്പൊ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നത് ലോപസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായിട്ട് വരുന്നത് എന്താണ്? ആഗമസന്ധി. ആഗമിക്കുക, പുതുതായിട്ടൊന്ന് വരികയാണ്. നോക്കൂ, ഉദാഹരണം നോക്കൂ. പുത്തരിയൂണ്. പുത്തരി അധികം ഊണാണ് പുത്തരിയൂണ് അല്ലെ. നമ്മൾ പുത്തരി ഊണ്, പുത്തരിയൂണ് എന്നല്ലല്ലോ, പുത്തരിയൂണ് എന്നല്ലേ പറയാ. അപ്പൊ ഇവിടെ ആരാണ് പുതുതായി വന്നത്? യകാരം, യായാണ് പുതുതായിട്ട് വന്നത് അല്ലെ. ആഗമിച്ചത് ആരാണ്? യകാരമാണ്, യായാണ്. നോക്കിയപ്പോൾ, നോക്കി അധികം അപ്പോളാണ് എന്തായത്? നോക്കിയപ്പോൾ എന്ന് ചേർത്ത് എത്തിയപ്പോൾ നോക്കിയപ്പോൾ എന്നായി അല്ലെ. നോക്കി അപ്പോൾ, നോക്കി അപ്പോൾ എന്നല്ല, നമ്മൾ നോക്കിയപ്പോൾ എന്നാ പറയുന്നത് അല്ലെ. അവിടെയും ആരാണ് ആഗമിച്ചത്? യായാണ് ആഗമിച്ചത് അല്ലെ. ഒച്ച അധികം ഇട്ടു അല്ലെ. ഒച്ച ഇട്ടു, ഒച്ച അല്ലെ. നമ്മളെന്താ പറയാ? ഒച്ച ഇട്ടു എന്നാണ് പറയുന്നത് അല്ലെ. അത് പുതുതായിട്ട് ആരാണ് അവിടെ ആഗമിച്ചത്? യകാരമാണ് ആഗമിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? യെസ്. അടുത്തത് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ആദേശ സന്ധിയിലാണ് അല്ലെ. അപ്പൊ ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നു. ആഗമസന്ധി ഒരു വർണ്ണം വരുന്നു അല്ലെ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വർണ്ണം വരികയും ചെയ്യുന്നുണ്ട്, ഒരു വർണ്ണം പോവുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആദേശ സന്ധി എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ. പാഠം അധികം കുടുംബത്തിൽ, കുടുംബം അധികം ഇൽ, മരത്തിൽ, മരം അധികം ഇൽ, നുഖത്തിൽ, നുഖം അധികം ഇല്ലാണ് എന്ത് ചെയ്യുന്നത്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായിട്ട് ഒരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുതുതായിട്ട് 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോവുകയും ഒരു വർണ്ണം വരികയും ചെയ്യുന്നതിനാണ് നമ്മൾ ആദേശ സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങളുടെ ടീച്ചർ ഒരു ഉദാഹരണം എഴുതാം. വിണ്ഡലം. എന്താ എഴുതണേ? എന്താ എഴുതണേ? വിണ്ഡലം അല്ലെ. എന്താ എഴുതുന്നത്? വിണ്ഡലം എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് പിരിച്ചെഴുതുക? നിങ്ങൾ കാണുന്നുണ്ടോ? വിണ്ഡലം അല്ലെ. അപ്പൊ വിൺ അധികം തലം ആണടാ എന്ത്? വിണ്ഡലം എന്നാവുന്നത് അല്ലെ. അപ്പൊ വിൺ അധികം തലം അല്ലെ. അപ്പൊ ഇവിടെ എന്താ മാറ്റം വരുന്നത്? താ പോയിട്ട് ടാ വരികയാണ്. അപ്പൊ അതെന്തായി മാറുകയാണ്? വിണ്ഡലമാവുകയാണ്. ഇങ്ങനെ ഒരു വർണ്ണം പോവുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ആദേശ സന്ധി എന്ന് പറയുന്നു. അടുത്ത ഏതാണെടാ?
അടുത്തത് ദിത്വസന്ധിയാണ്. ഏതാണ്? ദിത്വസന്ധിയാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. അക്കാലം, ആ അധികം കാലമാണ് അക്കാലം, കാ ഇവിടെ ഇരട്ടിച്ചു. ഓലപ്പുര, ഓല അധികം പുരയാണ്, പാ ഇരട്ടിച്ചു. കയറിപ്പോയി, കയറി അധികം പോയി, പാ ഇരട്ടിച്ചു അല്ലെ. വാഴ തോപ്പാണ്, വാഴ അധികം തോപ്പ് അല്ലെ, തോപ്പായി മാറണം വാഴത്തോപ്പിൽ, അപ്പൊ താ ഇരട്ടിച്ചു. കൂനിക്കൂടി അല്ലെ, കാ ഇരട്ടിച്ചു. വേലപ്പറമ്പ്, വേലപ്പറമ്പാവാണ്, പാ ഇരട്ടിച്ചു. പൊട്ടിക്കരഞ്ഞു, പൊട്ടി അധികം കരഞ്ഞുമാണ്, പൊട്ടിക്കരഞ്ഞു വന്ന്. ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് നമ്മൾ എന്ത് പറയാണ്? ദ്വിത്വസന്ധി എന്ന് പറയാണ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? വിഗ്രഹിച്ചെഴുതുക. നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, വിഗ്രഹിച്ചെഴുതുക എന്ന് പറയുന്ന ചോദ്യം അല്ലെ. നമ്മൾ കാണാറില്ലേ, വിഗ്രഹ രൂപങ്ങളെ കൃത്യമായിട്ട് എഴുതാൻ പറയാറില്ലേ? നോക്കൂ, കുറച്ച് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? പാടവരമ്പ്, പാടത്തിന്റെ വരമ്പാണ് പാടവരമ്പ്. ചെളിപ്പാടം, ചെളി നിറഞ്ഞ പാടമാണ് ചെളിപ്പാടം. തോട്ടുവക്ക്, തോടിന്റെ വക്കാണ്. കുടുംബ പേര്, കുടുംബത്തിന്റെ പേരാണ്. ഓലപ്പുര, ഓലമേഞ്ഞ പുരയാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അല്ലെ, ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം. ഏതൊക്കെയാണ്? ഗ്രാമീണ കലകൾ എന്നത് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് വരിക? നിങ്ങൾ കമന്റ് ചെയ്യൂ. അതേപോലെ അണിയറ പ്രവർത്തനങ്ങൾ, അതും എങ്ങനെയാണ് വരിക എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ആരൊക്കെയാണ് കമന്റ് ചെയ്യുന്നത്? ടീച്ചർ ലൈവില് വൈകുന്നേരം അല്ലെ 7:30 മെഗാ മാരത്തോൺ ലൈവില് ടീച്ചർ ഭാര്യമാരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ശരിയായ ഉത്തരം പറഞ്ഞതൊക്കെ നമുക്ക് നോക്കാലോ അല്ലെ. അപ്പൊ ഈ വിഗ്രഹ രൂപങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അടുത്ത നോക്കൂ നിങ്ങൾ, അടുത്ത എന്താണ്? ഉദ്ധതൻ അല്ലെ, നായകൻ, പ്രൗഢിയുള്ളവൻ. പ്രാതൽ, പ്രഭാത ഭക്ഷണം. നുക, നിലമുഴുന്നതിന് കാളയുടെ കഴുത്തിൽ വെച്ച് കെട്ടുന്ന ഉപകരണം. സിൽബന്തി എന്ന് പറയുന്നത് എന്താണ്? സഹായിയാണ്. ഇതെന്താണ്? അർത്ഥമാണ് അല്ലെ. ചിലപ്പോ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? അർത്ഥങ്ങളും നമുക്ക് ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ നമുക്ക് അറിയാത്ത വാക്കുകളുടെ അല്ലെ അർത്ഥമൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നോക്കി വെക്കണം അല്ലെ. ഒരു മാർക്കിനൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള അർത്ഥരൂപങ്ങൾ, പദങ്ങളുടെ അർത്ഥം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്ന ഈ ഒരു ചോദ്യം അല്ലെ, പൊന്നാര്യൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അടുത്തത് നമ്മൾ നോക്കുന്നത് പരീക്ഷയിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ്? അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി എഴുതുക. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ CNC ചാനലിന് അഭിമാനമുണ്ട്. യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതന ഗുദാമല്ലിക്ക് CNC ചാനലിന്റെ കൂടെ തന്നെ ഉണ്ടാകും. എന്താ ചെയ്യേണ്ടത്? അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. ഇവിടെ എന്താണ്? രണ്ട് വാക്യമാണ്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കാണുന്നില്ലേ? ഇത് രണ്ട് വാക്യമാണ്. ഇതിനെന്ത് ചെയ്യണം? നമ്മള് ഈ ഫുൾ സ്റ്റോപ്പ് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒറ്റ വാക്യമാക്കണം. നമുക്ക് തോന്നുന്ന പോലെ അത് എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ല. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് പൂർണ്ണ അർത്ഥമുള്ള അല്ലെ വാക്കുകൾ വരുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വാക്കുകൾക്ക് നിർത്തൽ ഉണ്ടാകുക, അതായത് ഫുൾ സ്റ്റോപ്പ് ഇടുക അല്ലെ. അപ്പൊ ആ പൂർണ്ണം അർത്ഥമല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ അതിന്റെ ഉത്തരം എഴുതുക? എങ്ങനെയാണ്? യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ചേതന ഗുദാമല്ലിക്ക് CNC ചാനലിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് അവിടെ പഠിച്ചത് അല്ലെ, എഴുതിയത്. ഉണ്ടാകും എന്ന കാര്യം അല്ലെ, പൂർണ്ണവാക്യം അല്ലാതാക്കി മാറ്റാണ് അല്ലെ. കൂടെ തന്നെ ഉണ്ടാകും എന്ന കാര്യം പ്രേക്ഷകരെ അറിയിക്കാൻ ചാനലിന് അഭിമാനമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വ്യാകരണ ചോദ്യങ്ങൾ ഉണ്ടാവുക. നമുക്ക് നേരിട്ട് ചിലപ്പോൾ സന്ധി ചോദിച്ചില്ലെങ്കിലും പിരിച്ചെഴുതാനൊക്കെ നമ്മളോട് ചോദിക്കും അല്ലെ. അപ്പൊ പിരിച്ചെഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? പിരിച്ചെഴുതുന്ന വാക്കുകൾ ചിലപ്പോൾ 4 തന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് ശരിയായിട്ട് തന്നിട്ട് തെരഞ്ഞെടുക്കാനായിരിക്കും ചോദിക്കുക. 1 മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും അല്ലെ പിരിച്ചെഴുതുന്ന രണ്ട് പദങ്ങളും സ്വതന്ത്രമായ അർത്ഥമുള്ള അല്ലെ പദങ്ങളാണോ, പൂർണ്ണ അർത്ഥമുള്ള പദങ്ങളാണോ നോക്കുക. അങ്ങനെയുള്ള പദങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുക? പിരിച്ചെഴുതുമ്പോൾ ശരിയായിട്ടുണ്ടാവുക അല്ലെ, കൂട്ടി എഴുതുമ്പോൾ ശരിയായിട്ടുണ്ടാവുക. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്ന പരീക്ഷ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യ മാതൃകകളാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ അത് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പൊ നമുക്ക് ലൈവുകളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പാഠഭാഗങ്ങളൊക്കെ സെറ്റാക്കി നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.